സെക്ഷനിൽ എന്താ പഠിക്കാൻ പോകുന്നത്? ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ. ഇതൊക്കെ എന്താണ്? ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ ജമ്പ് സ്റ്റേറ്റ്മെന്റ്? ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്മുടെ കോഡിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ സെക്ഷനിലേക്ക് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യുക. കുറച്ച് ഭാഗം നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പറയും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോന്നും എന്താന്നുള്ളത് നോക്കി നോക്കാം. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിലൊരു കണ്ടീഷൻ വന്നിട്ട് നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻ സ്റ്റേറ്റ്മെന്റ്, ആ ലൂപ്പിലുള്ള റിമൈൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഇറ്ററേഷൻ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും, അടുത്ത കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ അതാണ് ഇത് ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂസ് ടു സ്കിപ്പ് ദ കറന്റ് iteration of a loop and continue with the next iteration. അത് കണ്ടിന്യൂ ചെയ്യും. ഏത് കേസിൽ? കണ്ടിന്യൂവിൽ. ഇനിയിപ്പോ ബ്രേക്കിലാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിനെ കം ഔട്ട് ചെയ്യും. റിമൈനിങ് ഐട്രേഷൻ വർക്ക് ആവില്ല. ഓക്കെ, രണ്ട് ലൂപ്പ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇന്നർ ലൂപ്പിന് അത് വെളിയിൽ വന്നിട്ടുണ്ടാവും, പിന്നെ ഔട്ട് സൈഡുള്ള ലൂപ്പ് മാത്രമായിരിക്കും വർക്ക് ആവുക. ഓക്കെ, ഈ സ്വിച്ച് കേസിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് സ്വിച്ചിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ 2-3 കേസ് ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ കേസിൽ ബ്രേക്ക് നടിച്ചു കഴിഞ്ഞാൽ എന്റർ സ്വിച്ചിൽ നിന്നാണ് അത് എന്ത് ചെയ്ത് വരുന്നത്, പ്രോഗ്രാം ഔട്ടായി വരുന്നത്, എക്സിറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി എന്ന് പറഞ്ഞാൽ ഗോ ടു ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഫംഗ്ഷൻ, ആ സെയിം ഫംഗ്ഷന്റെ ഏതെങ്കിലും ഇതിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗോ ടു. അപ്പൊ നമുക്ക് പറഞ്ഞത് പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിത് ഫസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിക്കുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബ്രേക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പൊ എന്താ, നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യും. എന്ത്? 10 വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, 10 വരെ പ്രിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, 10 വരെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ബ്രേക്ക് എന്നുള്ള യൂസ് ചെയ്യാണ്. i = 5 ആയി കഴിഞ്ഞാൽ ബ്രേക്ക് യൂസ് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? അപ്പൊ കണ്ട, ബ്രേക്ക് യൂസ് ചെയ്തപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻ, അതായത് 5 വരെ പ്രിന്റ് ചെയ്യണ, 5 ആയി കഴിഞ്ഞാൽ ബ്രേക്കാ. അപ്പൊ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്തപ്പോ ഈ ലൂപ്പിന്ന്, ഈ എൻ്റെ ലൂപ്പിന്ന് ഔട്ട് സൈഡ് വന്നു. പിന്നെ ബാക്കിയുള്ള എന്താ പ്രോഗ്രാം ഐ ആം ഹിയർ എന്നുള്ളതാ, അതാണ് വർക്കായത്. ഓക്കെ, ഒരു മിനിറ്റ്, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ബ്രേക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ ആം ഹിയർ മാത്രം പ്രിന്റ് ആവണം. പ്ലസ് i = 1. ഓക്കെ, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. ഈ സെമിക്കോളൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, സെമിക്കോളൻ കൊടുക്കാണ്ടിരുന്നാൽ മാത്രമാണ് അത് വർക്കാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക, ഇത് ഫസ്റ്റത്തെ ലൈനിൽ തന്നെ ബ്രേക്ക് ആവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബ്രേക്ക് എന്നുള്ള കൊടുത്ത് ഒന്ന് പ്രിന്റ് എഫ് നമ്പർ 4 വരെ പ്രിന്റ് ചെയ്തു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഐ ആം ഹിയർ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക് കൊടുത്തപ്പോൾ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ ഈ 4 വരെയുള്ള മാത്രമാണ്. പിന്നെ ഒറ്റയടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ പിടിക്കുക ജമ്പ് ചെയ്ത്. കാരണം പറഞ്ഞാൽ പിന്നെ ലൂപ്പിന്ന് എക്സിറ്റ് ആയി. അപ്പൊ അതാണ് ബ്രേക്ക്. ഇനി കണ്ടിന്യൂ ആണെങ്കിൽ എന്തായിരിക്കും? കണ്ടിന്യൂ ആണെങ്കിൽ ആ ഇറ്ററേഷൻ മാത്രം സ്കിപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും i = 5. 5 മാത്രം കാണാനില്ല, ബാക്കിയുള്ളതൊക്കെ വർക്കായി. അപ്പൊ ആ 5 എന്നുള്ളതിന്റെ കീഴ്പ്പെട്ടുള്ള താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും വർക്കായില്ല. ആ ലൂപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെയാണോ എഴുതിയിട്ടുള്ളത് അത് മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പൊ അതാണ് കണ്ടിന്യൂ. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ 0 എന്ന് കൊടുത്താൽ എന്തായിരിക്കും? 4. ഇവിടുന്ന് ഒറ്റയടിക്ക് എക്സിറ്റ് ആയി പ്രോഗ്രാം, പിന്നെ ഒന്നുമില്ല. അപ്പൊ അതാണ് റിട്ടേൺ. ഓക്കെ, ഇനി എന്താ ഗോ ടു എന്നുള്ളത്? ഞാൻ ഗോ ടു എന്നുള്ളത് ഇപ്പോ ഗോ ടു കഴിഞ്ഞാൽ ഒരു ലാബിൽ വെക്കണം നമ്മൾ, ഒരു നെയിം. അപ്പൊ അതിന്റെ ഇഷ്ടമുള്ള നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ലേബൽ എന്നിട്ട് ലേബൽ 1 എന്നിട്ട് കൊടുത്തിട്ട് ഇവിടേക്ക് അടിച്ചു.
ഇവിടെ ഇവിടേക്ക് അടിച്ചു ലേബൽ 1 എന്നു കൊടുത്തിട്ട് ഇവിടെ പ്രിന്റ് ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ അടിക്കുന്ന പറഞ്ഞ ഇവിടേക്ക് ചാടും. കണ്ടതാ? അപ്പൊ എന്താ, ഇതും സ്കിപ്പ് ചെയ്തു, ലൂപ്പിന്റെ ഉള്ളിലുള്ളതും സ്കിപ്പ് ചെയ്തു. 4 കഴിഞ്ഞപ്പോ നേരെ ഇവിടേക്ക് വന്നു. ഇനിയിപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ആക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടേക്കും ആക്കാൻ പറ്റും. കാരണം സെയിം ഫംഗ്ഷൻ അല്ല, മെയിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്തായി, 4 കഴിഞ്ഞ ഉടനെ തന്നെ നേരെ ഗോറ്റുലേക്ക് പോയി. പിന്നെ 4, പിന്നെ ഗോറ്റു. അപ്പൊ അതാണ് ഗോറ്റു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. അത് ഏതൊക്കെയാണ്? ഗോറ്റു, പിന്നെ ബ്രേക്ക്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പറഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ആണ്. ഇങ്ങനെയാണ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻസ് ഇമ്പോർട്ടൻസ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ഓക്കെ, ബൈ.